Hey guys, good morning. ഞാൻ ഇന്ന് പറയുമ്പോൾ കൃത്യം ഗുഡ് മോർണിംഗ് ആണ് സുഹൃത്തുക്കളെ. അതെ, 5:58. നമ്മൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് എന്ത് തേങ്ങ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് എറണാകുളം പോവുകയാണ് ഗൈസ്. 3 ദിവസത്തെ ഷൂട്ട്. ഞാൻ ഒരു ദിവസം അഡ്വാൻസ് ആയി പോവാണ്, കാരണം എനിക്ക് വയ്യ രാത്രി പോയിട്ട് ടയേർഡായിട്ട് രാവിലെ എഴുന്നേറ്റ് ഫ്ലോറിൽ പോയി ടയേർഡ് ആവാൻ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പോവാണ് ഗൈസ്. ബാഗ് എല്ലാം പാക്ഡ്, ക്യാമറ ബാഗ്, മാക്ബുക്കിന്റെ മേക്കപ്പിന്റെ ബാഗ്, പ്രോഡക്റ്റ് ബാഗ്, ഡ്രസ് ബാഗ്. പിന്നെ ഇത് എനിക്ക് ഇന്നലെ ISL ഒരു പാക്കേജ് വന്നു അക്കു പറഞ്ഞു ഗൈസ്. അപ്പൊ ഈ പാക്കേജ് നമുക്ക് എന്തായാലും പോണെന്നുണ്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഇതാ നാരായണൻകുട്ടി ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. 4:30 എന്നെ വിളിച്ചുണർത്താന്ന് പറഞ്ഞവൻ എന്നെ വിളിച്ചുണർത്തിയ സുഹൃത്തുക്കളെ 5:30 അതുകൊണ്ട് 5 മിനിറ്റാണ്, അരമണിക്കൂർ. ഇത് അൺബോക്സ് ചെയ്യട്ടെ ഗൈസ്. തുറക്കട്ടെ ഗൈസ്, തുറക്കട്ടെ. തടിപ്പട്ടിയടാ, ഇത് നോക്ക് ഗൈസ്. ഇത് പൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ, തുറക്കാം. ഹാപ്പി ദിവാലി, താങ്ക് യു സോ മച്ച്. ഇന്നലെ ദിവാലി സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നമ്മുടെ തുറക്കട്ടെ. അത് EA സ്പോർട്സ് എന്ന് എഴുതിയേക്കണടാ. EA സ്പോർട്സ് അങ്ങനെ ഒരു സാധനം പണ്ട് നിങ്ങൾ കൊച്ചിലെ കേട്ടിട്ടുണ്ടെങ്കിൽ യു ആർ ഓസം. എന്തുവാടാ ഇത്? Happy Diwali FIFA family. FIFA family yo. For the first time ever you can celebrate Diwali in a game with special Diwali kit in-game variety. So please enjoy this VIP Diwali kit. Hi. ഇതെന്താ? ഇതെന്തോടാ ഇത്? അത് മറ്റേ ഇടിഞ്ഞിൽ ഒടിഞ്ഞു പോയെന്നോണ്ടല്ലോ. അയ്യോ, ഒടിഞ്ഞു പോയി. അത് സ്വീറ്റ്സ് അല്ല, ഞാൻ പറഞ്ഞില്ലേടാ ഒരു ടീഷർട്ട് കാണുമെന്ന് ഗൈസ്. EA സ്പോർട്സിന്റെ നമ്പർ 10 ജേഴ്സി. പുളി സാധനല്ലേ ഗൈസ്, പുളി ടീഷർട്ട് അല്ലേ? റൊണാൾഡോ. എന്താ രാവിലെ പ്രാന്തായി. ഇനി ഞാൻ ഡ്രസ്സ് മാറിട്ട് ഇറങ്ങട്ടെ. EA സ്പോർട്സ് ഇത് ആക്ച്വലി ISL നല്ല പോകുന്നത് EA സ്പോർട്സ് എന്ന് ഒന്നാണ് ഗൈസ്. അച്ഛൻ ഇത് നോക്കിയാ കൊള്ളാവോ? ഒരു ജേഴ്സി അയച്ചത് എനിക്ക്. EA സ്പോർട്സ് നമ്പർ 10 കൊള്ളാവോ? ഒരു മൾട്ടി കളർ പേഴ്സണാലിറ്റി ആയി മാറിയിരിക്കുകയാണല്ലോ. അതെ, ഇനി തൽക്കാലം സിംഗിൾ കളറിലോട്ട് മാറിയിട്ട് ഞാൻ പോണം. ഡബിൾ കളർ പേഴ്സണാലിറ്റി. അച്ഛാ, നമ്മുടെ വീട് പണിയുടെ എന്താ ഒരു അപ്ഡേറ്റ് ഇല്ലല്ലോ? ഇന്ന് പെർമിഷൻ കിട്ടുമെന്നാണ് ഒരു ആർക്കിടെക്ട് പറഞ്ഞിരിക്കുന്നത്. ആണോ? അത് കഴിഞ്ഞാൽ പിന്നെ പടപട നടക്കുമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഉടനെ കോൺട്രാക്ടറെ വിളിക്കാം. ഞാൻ പോയിട്ട് വരുമ്പോൾ തറക്കല്ലിടാൻ പറ്റുമോ നമുക്ക്? അപ്പോ നമ്മൾ ഈ എറണാകുളം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ തറക്കല്ലിടും സുഹൃത്തുക്കളെ. ഉറപ്പല്ലേ? എല്ലാം നമ്മുടെ ആർക്കിടെക്ടിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. റൂബിനിടെ കേൾക്കണുണ്ടാ നീ? നമ്മുടെ ഡിലേ അല്ല, നിന്റെ ഡിലേ ആണെന്നാണ് അച്ഛൻ പറയണത്. പെട്ടെന്നാവട്ടെ. അമ്മ, ഞാൻ പോയിട്ട് 4 ദിവസം കഴിഞ്ഞ് വരാം. അച്ഛാ, ഈ ടീഷർട്ട് വന്ന പെട്ടി കാണണോ? അടിപൊളി കേട്ടോ. ഇത് നമ്മുടെ ഗോൾഡ് ഇട്ട് വെക്കാൻ പറ്റുന്ന പട്ടിയല്ലേ? ഇടിഞ്ഞിലും വന്നു. അത് പൊട്ടിച്ച് നോക്കിയാണ്. നോർത്ത് ഇന്ത്യൻ ആണ്. നോർത്ത് ഇന്ത്യൻ ടച്ചിലാണ് അവർ അയച്ചേക്കുന്നത്. ഇവിടെ തുറക്കാൻ പറ്റുമോ? ചിരാദ് എന്നാണ് പറയുന്നത്. ചിരാദ് നല്ല ഭംഗിയുള്ള ചിരാതല്ലേ? ഭംഗിയുള്ള ചിരാതല്ലേ? പിന്നെ ഇത് മാത്രമല്ല, എനിക്കൊരു ലോഡ് മെയിൽ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. കത്തുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഉണ്ട്. ഇപ്രാവശ്യം എറണാകുളം തിരിച്ചു വന്നിട്ട് അത് കംപ്ലീറ്റ് ഒന്നിച്ചിരുന്ന് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ആ എപ്പിസോഡ് വേണമെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. ഞങ്ങൾ പോയിട്ട് വരട്ടെ അച്ഛാ. നിങ്ങൾ രണ്ടുപേരും വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. കുടിക്കാ. ഇപ്രാവശ്യം ഉണ്ടല്ലോ നമ്മൾ എറണാകുളത്ത് ഈ ഡ്രോൺ പറപ്പിക്കാൻ പറഞ്ഞൊരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു റൗണ്ടെങ്കിലും പറപ്പിക്കാം. നമ്മുടെ വീടിന്റെ ഫുട്ടേജ് അടിപൊളിയല്ലായിരുന്നു ഷെയർ എന്ന് കണ്ടപ്പോ? നല്ല രസമില്ലായിരുന്നു? അപ്പൊ പിന്നെ നമുക്കിനി ഇറങ്ങാൻ സുഹൃത്തുക്കളെ. രാവിലെ 6 മണിക്ക് എന്റെ വീട് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഗുഡ് മോർണിംഗ് വീട്. പോയിട്ട് വരട്ടാടാ. ഓ ആ, നിന്നെ മറന്നിട്ടില്ല. ഓ, ഇവിടെ തന്നെ പിടിച്ച് പോണത്. ഡേ, പോയിട്ട് വരാവേ ഞാൻ. ഓക്കെ കാവ്യേ, ഇത് പോയിട്ട് വരാവേ. ടാറ്റാ. ഗോസ്റ്റാപ്പി, എടാ പോയിട്ട് വരാമേ. ലഡു പോയിട്ട് വരാവേ. ടാറ്റാ. എന്താ അച്ഛാ തിരിച്ച് ഡയറ്റ് കയറി അച്ഛാ. ഇനി ക്വാളിറ്റി ഫുഡാണ്. ലക്ഷ്മി ചേച്ചി പറഞ്ഞത് ദിവസത്തില് ഒരു ചീറ്റ് മീൽ മാത്രമേ ഉള്ളതാണ്. അത് വ്ളോഗിന് വേണ്ടിയിട്ട്. നമുക്കിനി വണ്ടിയിലോട്ട് പോവാം. സന്ദീപ് അവിടെ വന്നിപ്പുണ്ട്. സന്ദീപേ, ഗുഡ് മോർണിംഗ്. എടാ, പോവാ റെഡിയാണോ? 6:15 സുഹൃത്തുക്കൾ ഇറങ്ങണം. നമ്മൾ എത്ര മണിയാകുമ്പോൾ അങ്ങ് എത്തും? ഒരു ഊഹം 11 മണി അങ്ങ് എത്തും അല്ലേ? ഓക്കെ. മോർണിംഗ് ക്ലീനിങ്. വണ്ടി കംപ്ലീറ്റ് സെറ്റായി ഗൈസ്. ഇനി നമുക്കൊരു 4 ദിവസത്തേക്ക് എറണാകുളം പോവാം. അമ്മ,
ആ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് അമ്മ കൈ കൊണ്ട് തുണി അലക്കിയതിന് കേക്കണൊക്കെ നമ്മളാണ്. ആകെ 3 തുണി അലക്കിയതാണ് നീ ആ വീഡിയോയിൽ പിടിച്ചിട്ട്, ബാക്കി മൊത്തം വാഷിംഗ് മെഷീനാണ് കഴിയുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വലിയ വാഷിംഗ് മെഷീൻ വാങ്ങാം. ഈ ജില്ല മൊത്തം കഴുകാൻ പറഞ്ഞ അത്രയും തുണി ഇടാൻ പറഞ്ഞ വാഷിംഗ് മെഷീൻ. കാർത്തിക് സൂര്യക്ക് വേണ്ടി കാർത്തിക് സൂര്യയുടെ അസിസ്റ്റന്റ് അലക്കണം നമുക്ക് കാണാം. ആകെ അവസാനം അതിലിടാൻ പറ്റാത്തോണ്ട് 3 തുണി അതിനെ ഇവ എടുത്ത് പിടിച്ചിട്ട് അവന്റെ ബൈക്ക് അവ ശ്രീകാര്യത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണ് തൽക്കാലം എടുക്കണം. അച്ഛാ അമ്മ പോയിട്ടാ ടാറ്റ ടാറ്റ വീട പോയിട്ട് അമ്മ പോയിട്ടാ ടാറ്റ. 6:37 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 11 മണിയൊക്കെ അടുപ്പിച്ച് അങ്ങ് എത്തും അല്ലേ? അത് മതി. നമ്മൾ ഡേ ഫുള്ള് വേസ്റ്റ് ആവുമല്ലോ കേസ്. അതാണ് മെയിൻ നമ്മൾ രാവിലെ ഇറങ്ങാനുള്ള ഉദ്ദേശം. ഓക്കെ സുഹൃത്തുക്കളെ, ആയുധം കൈമാറട്ടെ ഞാൻ. ഇനി ഓഫ് ടു എറണാകുളം ഗൈസ്. 7:30 ആയപ്പോഴത്തേക്കും കൊല്ലം എത്തി ഗൈസ്. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര വിശപ്പ്. കഴിച്ചിട്ട് നമുക്ക് പോവാം. കൊല്ലം എത്തിയില്ല, കൊട്ടി എത്തിയുള്ളൂ ആക്ച്വലി. വിശന്നിരിക്കുമ്പം വയറൊരുമാതിരിയാവും. കഴിക്കാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വരട്ടെ. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. മുട്ട വെക്കട്ടെ ഗൈസ്. ചൂട് സോഫ്റ്റ്. ഇനി വയറിനൊരു ശാന്തി കിട്ടും. കഴിച്ചിട്ട് വരാവേ. ഓക്കെ ഗൈസ്, ഫുഡ് കഴിച്ചു. ഇപ്പൊ ഒരു ആശ്വാസമായി. നൗ ലെറ്റ്സ് ഗോ ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. നമ്മളിപ്പോ ചേർത്തല എത്തി ഗൈസ്. നമ്മുടെ കാല് വയ്യാതെ കിടക്കുന്ന ശരുവിന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചു. ഓറഞ്ച് 1 കിലോ, ആപ്പിൾ 1 കിലോ, ഇതൊരു 2-3 എണ്ണം, ഇതൊരു 2-3 എണ്ണം. എല്ലാത്തിനും കുറെ ഒക്കെ എടുത്തോട്ടെ. എന്തരടാ? താറാമുട്ട 5 എണ്ണം. അവള് മുട്ട കഴിച്ച് വളരട്ടെ. ആ നമസ്കാരം ഏട്ടാ. ചേട്ടൻ അറിയാല്ലേ? പുറത്തിച്ചക്ക കൊടുക്കണോടാ? ഒരു പുറത്തിച്ചക്കയും കൂടെ കൊടുത്തോ ഗൈസ്. ഇതിനെ ട്രിവാൻഡ്രത്ത് പുറത്തിച്ചക്ക എന്ന് പറയും. നിങ്ങൾ അവിടെ എന്ത് ചക്ക എന്നാണ് പറയുന്നത്? കൈത ചക്ക എന്നാണ് പറയണത്. ആ നിന്റെ അവിടെ എന്ത് 2000 പറയണത്? കൈത ചക്ക എന്ന് പറയും അല്ലേ? ഇതൊന്ന് തണ്ണിമത്തനല്ലേ? കുഞ്ഞു തണ്ണിമത്തൻ. ഒന്നതും കൂടെ കൊടുത്തോ, ഇരിക്കട്ടെ. ഹാപ്പി ആവട്ടെ കൊച്ച്. ആ 2 ഇളനീര്, 2 കരിക്കൂടെ വാങ്ങിക്കണം. ഇതെല്ലാം കൊടുത്തിട്ട് അടുത്ത കാലം എല്ലാവരുടെ കൊടുത്തിട്ട് അടുത്ത കാലം അടിച്ചോടിച്ചിട്ട് എന്തായാലും വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ എറണാകുളം വിടാൻ കഴിയും. ഓൾമോസ്റ്റ് അങ്ങ് എത്താറായി. നമ്മളൊന്ന് വിളിച്ചു നോക്കാം കഴിച്ച്. എടി കാലെന്താ എടി നിന്റെ? കാല് 3 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടിട്ട് എന്നോട് എൽബോ ക്രഞ്ച് വെച്ച് നടന്നോളാൻ പറഞ്ഞു. 3 ആഴ്ച കാല് കുത്തിക്കോ, പക്ഷെ എൽബോ ക്രഞ്ച് വേണോന്ന് പറഞ്ഞു. ആ ബെസ്റ്റ്. നീ എവിടെ ഇപ്പം? ഞാൻ ഇപ്പതേ ഇവിടെ വൈറ്റിലേല്. ആണാ? വീട്ടിലോട്ടപ്പോ എത്തുന്നീ? ഞാൻ ഇപ്പൊ കൊറേയോടൊപ്പം തന്നെ വരും ഞാൻ. ആണാ? ഞാൻ നോക്കട്ടെ, ചെലപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ. ആ നീ ഇറങ്ങണമെങ്കിൽ പറ. ഞങ്ങൾ എന്തായാലും ഉച്ച കഴിഞ്ഞ് ഇറങ്ങാനുണ്ട്. അപ്പം പനമ്പള്ളി നഗറിൽ പോയിട്ട് പോകുമ്പോ ടീ കുടിക്കണം. അപ്പൊ അങ്ങനെ നീ ഇറങ്ങണമെങ്കിൽ പറ. ശരിയടാ. അവള് കുറച്ചാളാ നീ ആ കാലില് സാമാനം ഇട്ടോണ്ട് നടക്കണോ? എന്തായാലും പോയി കാണാം അവളെ. ദാ വരുന്നു. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ ഉച്ചയോടുകൂടി 1 ലോഡ് സാധനവുമായി വയ്യാതെ കിടക്കുന്ന കാല് വയ്യാത്ത ശരണിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എന്തായാലും അവളെ പോയി കാണാം. ഹലോ മിസ്, എങ്ങനെയുണ്ട് ഇപ്പൊ? നോട്ട്. ഓ ഇത് ഹാർഡ് ഇതിട്ടല്ലേ? അന്ന് കണ്ടപ്പോ മറ്റേ ക്രൈപ്പ് ബാൻഡേജ് ആയിരുന്നു. ഇന്നിപ്പോ അതെ ഇന്നല്ല അന്ന് എന്റെ മേഡം കരിക്ക് അത് കണ്ടോ? കുടിച്ച് പോഷകാഹാരങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ശരിയായി വാ. നീ വന്നോ? നമുക്ക് എവിടെ പോവാ? നമ്മള് പറഞ്ഞല്ലേ എല്ലാം കൊടുത്തിട്ട് അടുത്ത കാലം അടിച്ചടിക്കണോ? നമ്മുടെ മോയ്സ്ചറൈസർ തീർന്നിരിക്കല്ലേ? ഇത് കൊള്ളാടി. ഇത് ക്യാമറയുടെ മുമ്പിൽ മാത്രമാണ് ഇവിടെ എടുത്തോളാൻ പറയുന്നത്. ക്യാമറ ഓഫായ ഉടനെ ഇടറ സാധനം പുറത്തേക്ക് പിടിക്കും. ആ താറാമുട്ട കോഴിമുട്ട, താറാമുട്ട കരിക്ക്, ആപ്പിൾ, തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ, ആത്തച്ച.
ഡോക്ടർ പറഞ്ഞു ഇതിനി 3 ആഴ്ച കൊണ്ട് നടന്നോ, ഇനി ഒരു വാക്കർ കയ്യിൽ വെക്കണം, ഇത് എൽബോ ക്രഞ്ച് മേടിച്ചിട്ട് നടന്നോ, സ്നീക്കേഴ്സ് ഇട്ട് പുറത്ത് പോയിക്കോളാം. ക്രച്ചർ ഉണ്ടോ? ക്രച്ചർ മേടിക്കണോ? ഇതെന്തോ ആണ്ടി നിങ്ങളിവിടെ പറയണത്? അണ്ണാർച്ചക്ക. അണ്ണാറക്കണ്ണനാ? അണ്ണാർച്ചക്ക. കണ്ടാടാ? എന്താടാ? അണ്ണാർച്ചക്ക, കൈതച്ചക്ക, അങ്ങനെ പറയും. കൈതച്ചക്ക. കൈതച്ചക്ക, അണ്ണാർച്ചക്ക. നിന്റെ അവിടെ പൈനാപ്പിൾ അല്ലേ? കൈതച്ചക്ക മലയാളം പറയടാ. കൈതച്ചക്ക. ആ, നേരത്തെ വെച്ചപ്പോ പൈനാപ്പിൾ എന്നാണ് പറയണത്. നമ്മൾ അവിടെ ഇതിന്റെ പുറത്തുചക്ക എന്നാണ് പറയുന്നത്. പുറത്തുചക്ക. എടി പുറത്തുചക്ക. നീ എന്തോ ആടാ ഇത്? ഷോപ്പിംഗ് കോംപ്ലക്സാ? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിക്ക് എനിക്കറിയാം. അതിനകത്ത് വല്ല കലക്കിയിട്ടുണ്ടാന്ന് നോക്ക്. എന്റെ വീട്ടിലായതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. അണ്ണാർച്ചക്കയല്ലേ? ഒരു പുറത്തുചക്ക. പുറത്തുചക്ക. എടി ഇത് ഞാൻ ലിപ്സ്റ്റിക് ആർട്ട് ചെയ്യട്ടെ നിന്റെ കാലില്. ഡോക്ടർ ചീത്ത നീ ഞാൻ പേന തരാം ലിപ്സ്റ്റിക് പണിയാടാ കളയാൻ വേണ്ടി. ഡോക്ടർ ചീത്ത ഇത് പരക്കും. ഞാൻ നിനക്ക് പേന തരാം, അപ്പൊ നിനക്ക് എഴുതാ ഇവിടെ എഴുതിക്കോ. 115 അയാം ബർത്തിട്ടാണത്. ഇങ്ങോട്ട് കൊണ്ടുപോയി വൃത്തികേടാക്കി എന്റെ കാല്. പിന്നെ അല്ലേ പിന്നെ ഭയങ്കര വൃത്തിയാണല്ലോ, നീല ടാർപ്പയിൽ പൊതിഞ്ഞു വെച്ചേക്കുന്ന സാധനം. ഞാനിതിട്ടപ്പോ സാധാരണ വെള്ള പ്ലാസ്റ്റിക് എന്താണ് ഇതിട്ട് വെച്ചേക്കണത്? ഈശ്വരാ എന്നെ തെറിയേപ്പിക്കും. നീ കാർത്തിക് സൂര്യാന്ന് എഴുതി വെക്കാനാണോ? അല്ല. കേണ്ടല്ലോ എടാ, നിനക്ക് ബ്രാൻഡ് പ്രൊമോഷൻ ഇതമ്മ എനിക്ക് കണ്ടന്റാന്ന് കാർത്തിക് സൂര്യ വ്ലോഗ്സ് എന്ന് എഴുതി വെക്കും. ദൈവമേ, ഇതെന്തും നടക്കേടി കമ്പനിയാ. കാർത്തി ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നു. ഒരു ബിൽ ബോർഡ് കിട്ടാൻ വേണ്ടി നടക്കുന്നു. നോക്കിക്കൊണ്ട് എടാ പെണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വെക്കണത് കാർത്തിക് സൂര്യാന്ന്. കേസ് ഒന്ന് എഴുതിയോളൂ. ദൈവമേ, തെറ്റായ. ഇനി ഇത് കേസ് എന്താണെന്നോ ഞാൻ പറഞ്ഞോളാം. കാർത്തിക് സൂര്യ വ്ലോഗ്സ് ഇത് പണ്ടൊക്കെ ട്രെയിനിൽ പിള്ളേരെ എഴുതി വെക്കൂലേ, രാധാ ലവ്സ് മായ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കൂലേ, അതുപോലെ എഴുതി വെച്ചേക്കണ. അമ്മ പേന കൊടുക്കാം. ഇത് കളയണ്ട, ഇത് ഇരിക്കട്ടെ. പട്ടിന്നൊന്നും എഴുതി വെക്കല്ലടാ. നായ നേടിയ കാണൂല. ഇത് കാണാം, ഇത് കാണാം. കളറടി നീ അങ്ങനെ അടി. എന്താടാ എഴുതണത്? മരനാറിന്നൊക്കെ എഴുതി വെക്കോ. ചെറ്റാന്നാണ് എഴുതണം. ഒരു റായല്ലേ അത്? തറ. സിയാ? നിന്റെ പണ്ടത്തെ കാമുകിയുടെ പേരൊന്നും ചെറ്റാന്നാണ് കണ്ടവൻ എച്ചാടാ എഴുതണത്. അത് ഓ ഐഡി ചെറ്റാന്നായിരിക്കും. എന്തിനാണ് ചെറ്റാന്ന് ചേട്ടാന്ന് വായിക്കാനും ചേട്ടാന്ന് വായിക്കാത്ത ചന്തീന്നായിരിക്കും. ഞാൻ ഇപ്പഴത്തെ കായം ചീച്ചേ ചളി. ഓ അവ മാന്യനായി. ചന്തി അല്ലായിരുന്നു സുഹൃത്തുക്കളെ, ചന്തിയായിരുന്നു വരേണ്ടിയിരുന്നത്. എന്റെ കേസ് എറിച്ചു നിപ്പുണ്ട് കേട്ടോടി. ചളി കുഴപ്പമില്ല. ചാളേ. ഓ ചളിയല്ല, ചാളാന്നായിരുന്നു എഴുതിയത്. കൊള്ളാം, നൈസായിരുന്നു. നിനക്ക് എങ്ങോട്ടാ പോകണ്ടേ ഇനി? ശരണ്യാസ് ഡേ ഔട്ടാണ്. അതെ, ശരണ്യാസ് ഡേ ഔട്ട്. എന്താണ് കേസ്? ഞാൻ പറഞ്ഞു കാർത്തിക് സൂര്യ വ്ലോഗ്സ്. അതെ, ഒരു വീ കൂടെ ഇടാല്ലേ? അല്ല വേണ്ട, കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞാൽ മതി. വ്ലോഗ്സ് കൂടെ വന്നോളൂ. എടി ഇത് കാണുമ്പോ ശരിക്കും എനിക്ക് ഓർമ്മ എന്താണെന്ന് അറിയാം. എടി ഈ മയിൽക്കുറ്റിയിലൊക്കെ സർവേ നമ്പർ എഴുതി വെച്ചേക്കൂല്ലേ? ഹോസ്പിറ്റലിൽ വന്നാൽ കാണാം ഓരോ കാലുകൾ ഇതുപോലെ. ഇറങ്ങിക്കോ. ഓക്കെ, ഓ എന്തുവാടി ഇത്? ഓക്കെ ആണാ നീ പുറത്തു പോവാൻ? മിണ്ടാതിരി എന്റെ പൊന്നു ജൂലി. ജൂലി അല്ലേ? എന്തൊരു ഇതെന്തിന്റെ പേരെന്തൊരു
മൂസേ ആ എന്റെ പൊന്നു വുൾഫി. അങ്ങനെ ശരണ്യയെ ഒരു ആഴ്ചക്ക് ശേഷം ഞാൻ വീണ്ടും പുറത്തിറക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 5 ദിവസത്തിന് ശേഷം. ബാബാ എവിടെ പോണം നിനക്ക് ഫുഡ് കഴിക്കാം? അയ്യോ എവിടെയെങ്കിലും കൊണ്ടുപോകാം ഗൈസ്. ഓ ദാണ്ട ഗൈസ് നമ്മുടെ വീടെത്തിയേ. കൊതുകുവലയെ കൂടി അങ്ങനെ ഒരു 4 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ ലാലേട്ടൻ ടാറ്റ കൊടുത്തിരിക്കണം സുഹൃത്തുക്കളെ. ഇനി ഫുഡും കഴിച്ചിട്ട് മെറിഡിയനിൽ പോയി സെറ്റിൽ ആവണം. കാർത്തിയായനി കൊച്ചി മരട്. ഓ ക്യാമറ കൂടെ അവന്റെ കൂടെ എല്ലാം കൂടെ ചോന്ന് പിടിച്ച് അഡ്വഞ്ചറസ്. ബാ 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 മക്കളെ ബാ. ശ്രദ്ധിച്ച് പുരാവസ്തുവിനെ പതുക്കെ കൊണ്ടിരുത്തു. ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ നേരത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എപ്പോഴും നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറ് കുറച്ചും കറികൾ കൂടുതലും കഴിക്കാനാണ് ലക്ഷ്മി ചേച്ചി എന്നെ ഉപദേശിച്ചത്. അതുകൊണ്ട് കുറച്ച് ചോറ്, കുറെ അവിയൽ, കുറെ ക്യാബേജ് തോരൻ, ചെമ്മീൻ ചമ്മന്തി, ഇത് നല്ല നെമ്മീൻ റോസ്റ്റ്, ഇത് ആവോലി റോസ്റ്റ്, ഇത് കൊഞ്ച് റോസ്റ്റ്, ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. എന്നിട്ട് ഇഷ്ടം പോലെ ഫിഷ് കഴിക്കുക. ഇതാണ് ഇപ്പോഴത്തെ നമുക്ക് തന്നേക്കുന്ന സെറ്റപ്പ്. ഓക്കെ ഞാൻ കഴിച്ചു നോക്കട്ടെ. കുറച്ച് ക്യാബേജ് തോരൻ, കുറച്ച് ചെമ്മീൻ തോരനോടെ വെച്ച് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കൊള്ളാം കഴിച്ചു, നല്ല ഗുണം. ഐ ലൈക്ക് ഇറ്റ്. ഇങ്ങനെ ഉണ്ട്. അതിന് വരൂല, അത് കഴിക്കാൻ നേരത്തെ വരുവുള്ളൂ. അങ്ങനെ വരുന്ന കഴിച്ചു. കൊള്ളാം കഴിച്ചു. ആവോലി റോസ്റ്റ് എടുത്ത് നോക്കിയാലോ? നല്ല ആവോലി കഴിച്ചിട്ട് വരാം ഗൈസ്. അത്യാവശ്യം ഡീസന്റ് ഫുഡായിരുന്നു ഗൈസ്. അവര് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടായിരുന്നു. ഓ ഗൈസ് അപ്പുറത്ത് ഹാർലി ഡേവിഡ്സന്റെ ഷോറൂം ഉണ്ട്. നമുക്ക് പോയിട്ട് ഹാർലി കാണിച്ചു തരാന്നാണ് പറഞ്ഞത്. ആ മായും കായും തമ്മിൽ മാറിപ്പോയതാണ് സുഹൃത്തുക്കളെ. സൂക്ഷിച്ചേടി. കേരേട്ടന്റെ ഉച്ചി പൊടി ഇവള് കാരണമാണ് എനിക്ക് പേര് പറഞ്ഞത്. ഇതിന്റെ കവാട എവിടെ? നീ കേറിയിട്ടുണ്ടോ ഹാർലിയില്? ഇല്ലേ? ഹലോ ബ്രോ നമസ്കാരം. ബ്രോ ഒരു വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? വണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും അവൈലബിൾ അല്ല. ആണോ? റൈഡ് വണ്ടി ഇപ്പൊ ഡയറക്റ്റ് ഇമ്പോർട്ടാ വരുന്നത്. ആണോ? വണ്ടി എങ്ങനെയാണോ ഓർഡർ നമുക്ക് ഓർഡറിനെ കേസായിട്ട് വണ്ടി ഇറക്കി കൊടുക്കുകയാണല്ലേ? അയ്യോ ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയില്ല കേസ്. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കൊണ്ട് റൗണ്ട് അടിക്കായിരുന്നു. ഏത് വണ്ടി വേണമെങ്കിലും കയറിയിരുന്നു. ശ്രദ്ധിച്ചേ ഇരുന്നാ കുഴപ്പമില്ലല്ലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ബ്രോ ഈ ബൈക്കിന് എത്രയാ? 19 ലാഖ്. വില കുറഞ്ഞ വണ്ടിയാണ് കേട്ടോ. 19 ലക്ഷമേ ഉള്ളൂ. വാങ്ങിക്കണ 975cc അല്ലേ? പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അടി നീ ഇരിക്കണം എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ ഹോണ്ട ഗോൾഡിങ് പോലത്തെ ഇവരുടെ മോഡലാണ്. ഒരു രക്ഷയില്ല കേട്ടാ. കിട്ടില്ല വണ്ടി കേട്ടാ. പക്ഷെ ഞാൻ ഓടിച്ചു നോക്കിയില്ല, ഓടിച്ചു നോക്കണമെന്നുണ്ട്. പക്ഷെ ടെസ്റ്റ് ഡ്രൈവ് ഇല്ല ഇവിടെ. ഇതൊന്ന് ഓണാക്കി നോക്കട്ടെ. നീ ഇതിലേക്കണോ? എന്റെ മോനെ സൗണ്ട് നോക്കിയടി. പൊളി സൗണ്ട്. ഓഫാക്കട്ടെ. ഇത് ഇഷ്ടപ്പെട്ടാടി? ഇരിക്കണ എനക്ക് വേണ്ടല്ലേ? അവിടെ ആണല്ലേ? ഓ ഇത് കൊള്ളാലോ ഗൈസ്. ഇവിടെയാണ് ഇഗ്നിഷൻ. അത് കൊള്ളാലേടാ. പൊളി സാധനം. ആ പാട്ടൊക്കെ കേൾക്കാണ്ട് ബാക്കിലുണ്ട് സ്പീക്കർ. എടുക്കണ പറഞ്ഞോ? ഞാൻ ഓടിക്കാതല്ലേ? ഓ കരിയറിൽ വെച്ചോട്ട് പോരല്ലേ? എന്താടാ? താങ്ക് യു സോ മച്ച് ബ്രോ. ആ ഓക്കെ താങ്ക് യു. വിളിക്കാം തീർച്ചയായിട്ടും. ഓക്കെ ബൈ ബൈ. താങ്ക് യു. മാഹി മച്ചാനെ ഇവളുടെ സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്തപ്പോ ഞാൻ മാഹി മച്ചാന് തിരിച്ചത് എന്റെ കാലിൽ മൂക്കള വീണ് മച്ചാന് തുമ്മിയപ്പോൾ എന്താ ചെയ്യാത് മച്ചാ കണ്ടിട്ടുണ്ട്. ഇവളെ കൈസ് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ഇവളുടെ കാല് പറ്റേ വയ്യാത്തതിന്റെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ മച്ചാൻ ഹോസ്പിറ്റൽ വിസിറ്റ് നമ്മുടെ കൂട്ടത്തിൽ കമ്പനിക്ക് ഉണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് പാവം ഓക്കെ അല്ലേ ടേക്ക് കെയർ ഡിയർ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഇപ്പോൾ ഇത് എന്ത് ഇവളല്ല ഇത് അയച്ചു എന്നാലും മറ്റേ ആലോചിക്കണേട്ടോടി. എന്റെ കാലിൽ മൂക്കള വീണു മച്ചാനെ തുമ്മിയപ്പോൾ എന്താ ചെയ്യാന്ന? ആരാ തുമ്മിയത്? എന്നിട്ട് ഞാൻ പറയാം. അടുത്തിരിക്കുന്ന ആളാണോ അതോ അവിടെ കാല് നോക്കിയ ആളാണോ അതോ റോഡിൽ ഇറങ്ങിയപ്പോ വേറെ ആരെങ്കിലും ആണോ അതോ കൂടെ നടന്ന ആളാണോ? ആരോ തുമ്മലാണോന്ന് പറഞ്ഞേ. എന്റെ തന്നെ മൂക്കള സെന്റ്.
എടാ കാർത്തി എന്നെ പറ്റി ഇപ്പൊ എന്ത് വിചാരിച്ചിട്ടുണ്ടോ? നീ ഒരു മൂക്കളപ്പാച്ചിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൂക്കട്ട ചാമ്പി അങ്ങനെ ഞങ്ങള് പറയണ. ആണോ? ആ കണ്ട കേസ് വീണ്ടും അനന്ത് വിളിക്കണം. എവളെ പിക്ക് ചെയ്യാനായിട്ട് അനന്ത് വരെയായിരുന്നു കേസ്. അനന്തേത് ഇപ്പൊ വരാട്ടെ. അനന്തേത് വീഡിയോ എടുത്തോണ്ടിരിക്കണ ഇപ്പൊ വരാം. വീണ്ടും റിപ്ലൈ വന്നേ. അതൊരു കാര്യം ചെയ്യേണ്ടത്, കുനിഞ്ഞു എന്നിട്ട് ആ മുട്ടിന്റെ മറ്റേ എവിടെയാണോ വിഴുന്നത് മൂക്ക് കൊണ്ട് വലിച്ചങ്ങെടുത്താൽ സ്വന്തം മൂക്കൾ തന്നെയല്ലോ, കുഴപ്പമില്ല. വീഡിയോ കോളി മച്ചാനെ വീഡിയോ കോളി ഞാൻ കേസ്. നക്ലാച്ചി സുക്ലാച്ചി സുക്ലോ റേഡിയോ കൂടെ ഞാൻ നിന്റെ മൂക്കളാണെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റാണ് വലിച്ചെടുത്താൽ തീർന്നു വെച്ചാന്. എന്റെ കയ്യിന്ന് ഫോൺ മേടിച്ചിട്ട് മച്ചാൻ നിനക്ക് ടേക്ക് കെയർ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ശരണ്യ എന്ന് പറയുന്നത് ഇത്രയും കച്ചറയാവില്ല. എന്തോ ഒരു പത്തി കേട്ടു. പിന്നെ ഞാൻ മനസ്സിലായി ഈ മ്ലാഞ്ചാന്റെ മുഖം വന്നില്ല. എന്റെ ഇന്ന് ഫോൺ മേടിച്ചിട്ട് ഒപ്പിക്കണ പരിപാടിയാണ് ഇതൊക്കെ. ചേട്ടാ ഞാൻ നോക്കിയപ്പോ മച്ചാൻ ഭയങ്കര കെയർ ഒക്കെ കൊടുക്കണം, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ്. ഇത് മറ്റൊരു കെയർ ഏട്ടനാണെന്ന് ആർക്കറിയില്ല. ആ മായി മച്ച കാര്യം പറയട്ടെ, ഏറ്റവും വലിയ ടേക്ക് കെയർ ആണ് ഇരിക്കുന്നത്. കേറേട്ടൻ ടേക്ക് കെയർ അല്ല കേറേട്ടൻ. ശരിക്കും 12 ആയിട്ട് ഈ കാര്യം അറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കൊട്ടി കെയർ ചെയ്യാനാണ് വീട്ടിൽ കയറി വന്ന് കെയർ ചെയ്യാൻ. സന്തോഷം. ഇതിനാണ് മച്ചാനെ വടി കൊടുത്ത് മേടിച്ചത്. അതാണവൻ. മച്ചാനെ അവക്ക് പോവാൻ സമയമായി. ടാറ്റാ. ഓ ബൈ ബൈ. ശരി മച്ചാനെ, ലവ് യു. ശരി മച്ചാ ബൈ ബൈ. പോയിട്ട് അടി. ഓ എന്റെ അളിയാ സുഖാണാടാ. എടാ മൂവി പോസ്റ്റർ ഞാൻ കണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. എന്നിറങ്ങുന്ന നവംബർ 4-ാം തീയതി. ഓൾ ദി ബെസ്റ്റ് കേട്ടാ. അവളുടെ കാലിലെ സർവേ കുറ്റിയിൽ ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് ചാളയെന്ന് എഴുതി വെച്ചേക്കണത്. അപ്പൊ ശരി പോയിട്ട് വന്നേ. ടാറ്റ. ഇനി ഞങ്ങള് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൂമൊക്കെ ചെയ്യാണ്ട് വെച്ചാല്. ടാറ്റ പോയിട്ട് അടി. പാവം കൈസ് കാല് വയ്യാതിരിക്കണം. ടാറ്റ. ഞൊണ്ടി പോയി കയറാണ് കാറിന്റെ അകത്ത്. പാവം പെട്ടെന്ന് തന്നെ റെഡി ആയ ഗൈസ്. അവളുടെ ബർത്ത്ഡേ ഉടനെ വരണുണ്ട്. അവർക്ക് എന്തെങ്കിലും സർപ്രൈസോ പണിയോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ പറയൂ ഗൈസ്. വി വിൽ ഡു ഇറ്റ്. നീ ഇത്രയും വലിയ കുഴുത്തുരുമ്പോ ഉണ്ടല്ലോ ഗൈസ്. ഇവന്റെ ബർത്ത്ഡേക്ക് ഒരു പണിയും കൊടുക്കാതെ ഞാൻ ഇപ്പൊ ആരായി? നിങ്ങൾ പറഞ്ഞാണ് ഏത് ബർത്ത്ഡേ വന്നാലും പണിന്ന് ഒരു അക്ഷരം അല്ലാതെ വേറെ ഒന്നും മിണ്ടൂല. അല്ലെങ്കിൽ ഞാൻ പണി കൊടുത്താൽ പാവം ഒന്നും പറഞ്ഞോണ്ടിരിക്കും. ഇവന്റെ കുഴുത്തുരുമ്പ് വേണ്ട. എന്തായാലും നമുക്കിനിപ്പോ ഒന്ന് താടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ ഗൈസ്. നാളെ ഷൂട്ട് തുടങ്ങിയല്ലോ. ഇപ്പൊ കുട്ടപ്പനായിട്ട് പോകണം. അന്ന് നാരായണൻകുട്ടിയെ കളർ അടിച്ച സ്ഥലത്ത് തന്നെ വന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ താടിയും മീശയും കിടുതാപ്പോളൊക്കെ മുടി വെട്ടായില്ല, താടിയും മീശയും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓ മുടി വെട്ടി താടി ഒന്ന് ഷേപ്പ് ചെയ്തപ്പോ ഞാൻ ആളെ മാറിപ്പോ. കാട് മാറിയപ്പോ മുഖത്തിന് ആ ഒരു ഷേപ്പ് വന്നു ഇല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? തോന്നിയെങ്കിൽ കമന്റ് ചെയ്യൂ. ഇനി അടുത്തത് ഒരു ഫേസ് ക്ലീനപ്പ് കൂടെ ചെയ്യണോ? ഓ ക്ലീനപ്പ് കഴിഞ്ഞു ഗൈസ്. ക്ലീനപ്പ് ചെയ്തിട്ട് എന്റെ ഫേസ് ക്ലീൻ ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ നിന്നൊക്കെ ഒരുപാട് മറ്റേ പിസ്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞു. നാരായണൻകുട്ടി മുടി വെട്ടാൻ കയറി അവന്റെ എന്തരായ എന്തോ. ഓഫ് എന്റെ പൊന്നി ഇങ്ങോട്ട് നോക്കിയാണ്ട. പൈനാപ്പിൾ തലയാ ചോക്ലേറ്റ് പീസാ. കൊള്ളാം. കുറച്ച് വില വന്നു ഗൈസ്. സന്ദീപേ നീ ഇവിടെ സെറ്റ് ആയടാ. നീ താടി എന്തോ ഷേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നവരല്ലേ? മുടിയും വെട്ടിയാ? മുടിയൊന്നും വെട്ടിയെന്ന് പറഞ്ഞ് നോക്കിയപ്പോ മേളിൽ നിന്ന് 2 വെട്ട്. നമ്മളിനി ഇവിടെ തീർന്നിട്ട് ഇറങ്ങട്ടെ ഗൈസ്. മച്ചാനെ പോയിട്ട് വരാം. ബൈ ബൈ ടാറ്റ. എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങളുടെ കാർത്തിക് സൂര്യ? സുന്ദരനായോ? പോയിട്ടോടാ സന്ദീപ്. ടാറ്റ. സന്ദീപ് ട്രിവാൻഡ്രത്തോട്ട് പോവാണ് ഗൈസ്. അവന് നാളെ എന്തോ വേറൊരു ഓട്ടോ ഉണ്ട്. അപ്പൊ നമുക്ക് മെറിഡിയനിലോട്ട് പോവാം. പക്ഷേ ഗൈസ് നമുക്കൊരു വലിയ അബദ്ധം പറ്റി. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ബമ്പർച്ചിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് 27, 28, 29, 30 ഷൂട്ട് കിടന്നിരുന്നത്. പക്ഷേ ശ്രുതി അതിനകത്ത് വോയിസ് നോട്ട് ഇട്ടിരുന്ന് 27 ഷൂട്ട് ക്യാൻസൽ ആയത്. അപ്പോ നാളെ ഒരു ദിവസം എന്ത് ചെയ്യണം എന്നറിയാതെ എറണാകുളത്ത് നിൽക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇതിൽ കിടക്കുന്നുണ്ടോ? ഒക്ടോബർ 27, 28, 29, 30 ആയിരുന്നു. പക്ഷേ മാറിപ്പോയി ഡേറ്റ്. എന്തെങ്കിലും നമുക്ക് മെറിഡിയനിലോട്ട് പോകാം ഗൈസ്. കോട്ടവാതിൽ മലർക്കെ തുറക്കട്ടെ. അഹോ ഇല്ലേട്ടാ, നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു. പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ ഗൈസ്. कैसे आप? ഡോൾമെ കാണുമ്പോ എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാത്ത ഹിന്ദിയാണ്. ബൈ 313 ആടാ. ഓ റിസപ്ഷനിസ്റ്റുകളെ കാണുമ്പോ നാരായണൻകുട്ടി ഹിന്ദിയിൽ ഫ്ലുവന്റ്. ഇത് ഒരു മേനയുണ്ടാ കുട്ടി ഇപ്പൊ മുടി കാണാനേ. പിന്നെ ഞാൻ പുറത്തുചക്ക പോലെ ഉണ്ട് ചെറിയൊരു.
മണ്ട പോയ പൂർത്തിച്ചക്കയത്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ റൂം. നമ്മുടെ വ്യൂ നോക്കാം ഗൈസ് ഇപ്രാവശ്യത്തെ. സാബുണ്ണൻ ഇതേ വ്യൂവില് ബാൽക്കണി ഉള്ള റൂമാണ് കൊടുക്കണത്. നമ്മള് പ്ലാറ്റിനം മെമ്പർ അല്ലാത്തതുകൊണ്ട് അതേ വ്യൂവില് ബാൽക്കണി ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് വീണ്ടും. അതെ, സത്യം പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആശാന്റെ കളരിക്ക് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതിലാണ് നമ്മുടെ ഒന്നുകിൽ നമ്മള് തുമ്പിൽ കൊണ്ടുവച്ച് അറ്റത്തിങ്ങെത്തും, അല്ലെങ്കിൽ നമ്മൾക്ക് വാഴപ്പുഴയിൽ ഒരു ദിവസം മുന്നേ, 1.5 ദിവസം മുന്നേ, അത് രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്നു. എന്തായാലും പോട്ടെ. അപ്പൊ നാളെ നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും വെറൈറ്റി ചെയ്യാം. അപ്പൊ ഓരോ പോസിറ്റീവ് ഉണ്ട് ആ കാര്യം വന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കോ. ബൈ. ബോഡി ലോഷൻ മോയ്സ്ചറൈസർ എടുത്ത് ബ്രഷ് വേണം. പല്ലേക്ക് ബ്രഷ് എടുത്തോ, നീ എടുത്തോ. 2 ഉണ്ട്. ഓ, ബാത്ത് സോപ്പ് ഒരെണ്ണം അവിടെ വേടാ. ഞാൻ കക്കൂസി പോയിട്ട് കൈകളും കൈ കഴുകട്ടാ. ചായ കാപ്പി എല്ലാം വേണം. കൊണ്ട് പോടേ.